ഈ നോമ്പിന് എണ്ണ കുറഞ്ഞ കടി ഉണ്ടാക്കാൻ ആഗ്രഹിക്കാത്ത ആരെയുള്ള 3-4 സ്പൂൺ ഓയിൽ വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം 2 വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 3-4 പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാനുള്ളതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനനുസരിച്ച് ഉപ്പ്, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമ്മൾ ഉള്ളിയൊക്കെ നല്ലോണം വെന്തിട്ടുന്നത് വരെ വഴറ്റിയെടുക്കണേ. പിന്നെ ഇതിലേക്ക് 2 ഉരുളക്കിഴങ്ങാണ് മീഡിയം സൈസ് ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് വേവിച്ചെടുത്തതാണ്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് ഉടച്ചെടുക്കാം. നല്ലോണം ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ചിക്കനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് 2-3 പീസ് വേവിച്ചെടുത്തതാണ്. ഫ്രൈ ചെയ്തും ഫ്രൈ ചെയ്യാണ്ടൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ. ഞാൻ ഫ്രൈ ചെയ്തതാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ എടുത്തതെന്ന് വെച്ചാൽ 6 പീസ് ബ്രെഡാണ്. നമുക്കിതുപോലെ ചെറിയ പീസാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാനുള്ളതാണ്. ഈ വീഡിയോ കണ്ടതിന് ശേഷം തീർച്ചയായും അറിയാത്തവരാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. നമുക്കിത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ ഉടച്ചെടുക്കണേ. എന്നാലേ നമുക്കെല്ലാം ബ്രെഡൊക്കെ പൊടിഞ്ഞ് കിട്ടും. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കട്ടോ. ഞാൻ എടുക്കുന്നതെന്ന് വെച്ചാൽ റൗണ്ട് ഷേപ്പ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മോഡലാക്കിയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ ആക്കി എടുക്കട്ടോ. ഇതുപോലെ ആക്കിയെടുക്കാം. അടുത്ത ഒന്നുകൂടി ഞാൻ ഇതുപോലെ തന്നെ ചെയ്ത് കാണിക്കുന്നുണ്ട്. എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കട്ടോ. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചായക്കടിയാണ്. ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മാവ് റെഡിയാക്കി എടുത്താലോ. ഇതിലേക്ക് ഞാൻ എടുത്തതെന്ന് വെച്ചാൽ 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് എടുത്തത്. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വളരെ കുറഞ്ഞ ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കുറേശ്ശെ വെള്ളം ഒഴിച്ചതിന് ശേഷം കുറച്ച് ലൂസായിട്ട് തന്നെ മാവ് നമുക്ക് കലക്കിയെടുക്കാം. ഇതുപോലെ കലക്കിയതിന് ശേഷം പിന്നെ ഇതിലേക്ക് എടുത്തതെന്ന് വെച്ചാൽ 4 ബ്രെഡ് പൊടിച്ചതാണ്. പിന്നെ ഒരു പാൻ വെച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഓയിലോ വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം ഓരോന്നും ഇതുപോലെ മാവിൽ മുക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ബ്രെഡ് പൊടിയിൽ ഇതുപോലെ നന്നായിട്ട് എല്ലാ വശത്തും ആകുന്ന രൂപത്തിൽ തന്നെ മിക്സാക്കി എടുക്കണേ. ചൂടായ ദോശക്കല്ലിൽ ഇതുപോലെ വെച്ച് കൊടുക്കട്ടെ. അടുത്തത് ഒന്നും കൂടി ഞാൻ ഇതുപോലെ തന്നെ ചെയ്ത് കാണിക്കുന്നുണ്ട്. അതും നമുക്ക് ബ്രെഡ് പൊടിയിലേക്ക് ഇതുപോലെ മുക്കിയെടുക്കാം. നിങ്ങൾക്ക് എണ്ണയിലാണെങ്കിൽ എണ്ണയിലേക്കിട്ട് വറുത്തെടുക്കാം കേട്ടോ. എണ്ണയാകുമ്പോൾ എണ്ണ കുടിക്കുമല്ലോ. അതിലും നല്ല ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എണ്ണയൊക്കെ വളരെ കുറഞ്ഞത് മാത്രമേ വേണ്ടൂ കേട്ടോ. ഇനി ഇത് ഏകദേശം ആയതിനു ശേഷം നമുക്ക് ഓരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇതുപോലെ കുറച്ച് ഓയിൽ വെളിച്ചെണ്ണ ഇതുപോലെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ചെറിയൊരു ബ്രൗൺ കളറാകുന്ന വരെ നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് എല്ലാ വശത്തും നമുക്ക് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറക്കാൻ നോക്കണേ. ഒരു മീഡിയം സൈസ് ഫ്ലെയിമിൽ മാത്രം ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മതിയേ. ഇപ്പോൾ ഏകദേശം എല്ലാം നല്ലോണം ആയി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോന്നും ആയതൊക്കെ പാത്രത്തിലേക്ക് മാറ്റാം. ഇത് കാണുന്നത് പോലെയല്ല കേട്ടോ കഴിക്കാൻ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ബ്രെഡ് കൊണ്ടുള്ള കട്ട്ലറ്റ് റെഡി ആയി കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം.